വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ ലൈൻസ്, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റുകളുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ 21 മാർക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് ക്വസ്റ്റ്യനെയും ഏറ്റവും കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അത്രയും സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഇന്ന് 7:30 നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരണം. ഇന്ന് ചരിത്രം കുറിക്കണം. നമുക്ക് നാളെ നമ്മൾ പറയുന്നതേ ചോദിക്കൂ, നമ്മൾ പറയുന്നത് മാത്രമേ ചോദിക്കുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് നിങ്ങളെ സൈലം പഠിപ്പിച്ചു തരും. സോ സിമിലർ ട്രയാങ്കിൾസിലെ ഓരോ കൺസെപ്റ്റുകളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോ നോക്കാം. ഈ രണ്ട് ട്രയാങ്കിളുകൾ ABC-യും PQR-ഉം, രണ്ട് ആംഗിളുകൾ നമുക്ക് ഇവിടെയും അവിടെയും നമുക്ക് 60, 60, 50, 50 രണ്ട് ആംഗിളുകൾ സെയിം ആണ്. രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ, രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും സെയിം അല്ലേ? ഇത് 60, 50 ആണെങ്കിൽ മൂന്നാമത്തേത് 70 ആയിരിക്കും. ശരിയല്ലടാ? 70 ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളുകളും സിമിലർ ആണ്, കാണാൻ സെയിം ഷേപ്പ് ആണ്. ആംഗിൾ സെയിം ആണെങ്കിൽ, കോണുകൾ തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ സദൃശ്യമാണ്. ആംഗിൾ സെയിം ആണെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ ആണേ? ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ മൂന്നാമത്തേത് ഫ്രീ, മൂന്നാമത്തേത് എന്തായാലും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അതായത് ട്രയാങ്കിളിന്റെ പേര് ഏതും നമ്മൾ ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ, ഇതിന്റെ പേര് ഞാൻ ഈ ഓർഡറിൽ എഴുതുന്നത്. ABC is similar to triangle. ഇവിടെ എയിലാണ് 60 ഡിഗ്രി വരുന്നത്. ഇവിടെ 60 ഡിഗ്രി ആർക്കാ വരുന്നത്? പിയിലാണ്. സോ ഫസ്റ്റ് പി എഴുതാം. ഇനി അടുത്ത നോക്ക്, ബി ആണ് ഞാൻ ഇവിടെ രണ്ടാമത്. ബിയിൽ വരുന്നത് എത്രയാ? 50 ഡിഗ്രി. ഇവിടെ 50 ഡിഗ്രി വരുന്നത് എവിടെയാ? ക്യൂല്, PQ. ഓക്കെ ആണോ? നെക്സ്റ്റ് അവസാനം ഇവിടെ സി ആണ്. അപ്പൊ ഇവിടെ ആര് വരണം? ആർ. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഓക്കെ ആണ്? സെറ്റ് ആണ്. അങ്ങനെ ആംഗിളുകൾ ഈക്വൽ ആയാൽ, ഏതൊക്കെ ആംഗിളാ? ആംഗിൾ A is equal to ആംഗിൾ P, ആംഗിൾ B is equal to ആംഗിൾ Q, ആംഗിൾ C equal to ആംഗിൾ R ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ട്രയാങ്കിൾ ABC is similar to ട്രയാങ്കിൾ PQR. ഇനി റേഷ്യോ, അവർ തമ്മിലുള്ള റേഷ്യോ, സൈഡുകൾ തമ്മിലുള്ള AB PQ, ABയെ PQ കൊണ്ട് ഹരിച്ചാലും BCയെ QR കൊണ്ട് ഹരിച്ചാലും ഒരാൾ കൂടി ഉണ്ടല്ലോ. ഏതാ മൂന്നാമത്തെ സൈഡ്? എയും സിയും. AC ബൈ പിയും ആറും PR. ഈ മൂന്ന് റേഷ്യോയും സെയിം ആണ്. അതായത് ആംഗിൾ സെയിം ആകും, സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ പഠിക്കാം. ഇപ്പോ ഇവിടെ ഞാൻ പറയാണ്, ഇപ്പോ AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ABക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള സൈഡാണ് PQ. എത്രയെന്ന് അറിയോ? 4 സെന്റിമീറ്റർ. നമുക്ക് 70 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റിൽ വരുന്നത് ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണ്. ഞാൻ പറയുന്നു ഇത് 10 സെന്റിമീറ്റർ ആണ്. ഇത് ഞാൻ പറയുന്നു ഇത് ഒരു 12 സെന്റിമീറ്റർ ആണ്. 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാന്നല്ലേ? നോക്കിക്കേ. വളരെ കാരണം സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടും. അതിവിടെ 2 ആണ് അല്ലെ? 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാ? 10 ആണല്ലോ. അപ്പോ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരണ്ടേ? 8നെ 2 കൊണ്ട് ഹരിച്ചു, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ സിമ്പിൾ എത്രയാണ്? 5 സെന്റിമീറ്റർ. സിമ്പിൾ 10/5 ചെയ്യുമ്പോഴും 8/4 ചെയ്യുമ്പോഴും ഒരേ നമ്പറാ കിട്ടുക. അതേപോലെ ഇവിടെ 12 ആണെങ്കിൽ നോക്കിക്കോ, 12നെ 2 കൊണ്ട് ഹരിക്കുക. ശരിയല്ലേ? ഹരിച്ചാൽ കിട്ടേണ്ടത് BC/QR എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇവിടെ എത്രയാ? 6 സെന്റിമീറ്റർ. അതായത് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിനൊക്കെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടും. ഓക്കെ ആണോ? അതാണ് റേഷ്യോ സെയിം ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഷ്യോ സെയിം ആണ്. ആ റേഷ്യോനെയാണ് നമ്മൾ R എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുക. നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ R എന്ന് പറയുന്നത് 2 ആണ്.
വലിയ ട്രയാങ്കിളിന്റെ സൈഡിനെ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 2 ആണ്. നമുക്ക് 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ 2 ആണ്. ആ 2നെയാണ് നമ്മൾ പറയുന്ന പേര് എല്ലാരും പഠിച്ചു വെക്കുക, മാറ്റത്തിന്റെ തോത്, അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പറയും സ്കെയിലിംഗ് ഫാക്ടർ എന്നാ പറയാ. എന്താ പറയാ? സ്കെയിലിംഗ് ഫാക്ടർ. ഓക്കെ ആണ്. അപ്പൊ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കും. ആംഗിളുകൾ ഈക്വൽ, സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ. ഇനി 2 ട്രയാങ്കിളില് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണെങ്കിലും നമുക്ക് എന്ത് പറയാന്നറിയോ? നമുക്ക് പറയാം അവര് സിമിലറാ. അതായത് ഇപ്പോൾ ഈ സൈഡുകൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, ഇത് 10 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ, ഇത് 12 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ, അതുപോലെ 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. അതായത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം അല്ലേ? 10/5 ചെയ്താലും 8/4 ചെയ്താലും 12/6 ചെയ്താലും കിട്ടുന്നൊക്കെ സെയിം നമ്പർ ആണ് 2. ശരിയല്ലടാ? 10/5 എന്ന് പറയുന്നതും 8/4 എന്ന് പറയുന്നതും 12/6 എന്ന് പറയുന്നതും കിട്ടുന്ന സെയിം നമ്പർ ആണ്. കിട്ടുന്ന നമ്പർ സെയിം ആണ്. അങ്ങനെ സെയിം നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് പറയാം ട്രയാങ്കിൾസ് സിമിലർ ആണ്. അതാണ് SSS ക്രൈറ്റീരിയ. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആകുന്നു. ആദ്യം പഠിച്ചത് എന്താ? AA ക്രൈറ്റീരിയ. 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ 3ാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെയും നമുക്ക് എന്ത് പറയാം? ഈ കേസിലും നമുക്ക് പറയാം ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഓക്കെ ആണേ? സംശയം വേണ്ട. അവിടെയും ആംഗിളുകൾ സെയിം ആയിരിക്കും. ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Pക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ Qന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ Rനും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം ഞാൻ പറയാണേ. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് ഞാൻ പറയുന്നു സ്മോൾ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, സ്മോൾ ലെറ്റർ C ആണെന്ന്. അങ്ങനെയാണെങ്കിലോ ഞാൻ പറയുന്നു വലിയ ട്രയാങ്കിളിന്റെ സൈഡ് കാണാൻ ABC. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിനൊക്കെ ഒരു നമ്പർ. ആ നമ്പർ ഏതാ? റേഷ്യോ എന്താണ് നമ്മൾ പറഞ്ഞത്? R. ഈ R കൊണ്ട് ഗുണിച്ചാൽ മതി. AR, BR, CR എന്നായിരിക്കും. ചെറിയ ട്രയാങ്കിളിന്റെ സൈഡിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടും. അത് മനസ്സിലാക്കാം. സെറ്റ് ആണല്ലോ? ഇനി 3ാമതൊരു ക്രൈറ്റീരിയൻ കൂടെ ഉണ്ട്. എല്ലാവരും പഠിച്ചു വെക്കുക. ഈ ആംഗിൾ ഇപ്പോൾ 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഈ ആംഗിൾ 60 ഡിഗ്രി. അതുപോലെ ഈ സൈഡ് 10 സെന്റിമീറ്റർ, ഈ സൈഡ് 8 സെന്റിമീറ്റർ, ഈ സൈഡ് 5 സെന്റിമീറ്റർ, ഈ സൈഡ് 4 സെന്റിമീറ്റർ. അതായത് 2 സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. നമുക്ക് 10നെ 5 കൊണ്ട് ഹരിച്ചാലും 8നെ 4 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്ന നമ്പർ സെയിമാ. ഈ 2 സൈഡിന്റെയും ഇടയിലുള്ള ആംഗിളും സെയിം ആണ്. അതാണ് SAS ക്രൈറ്റീരിയ. SAS ക്രൈറ്റീരിയ. ഇവിടെ നിങ്ങൾക്ക് കാണാം AB/PQ എന്ന് പറയുന്നതും അതുപോലെ AC/PR എന്ന് പറയുന്നതും സെയിം ആണ്. അതുപോലെ നിങ്ങൾക്ക് കാണാം ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ P എന്ന് പറയുന്നതും സെയിം ആണ്. അങ്ങനെയാണെങ്കിലും ട്രയാങ്കിൾ എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അപ്പോഴും ട്രയാങ്കിൾസ് നിങ്ങൾക്ക് പഠിക്കാം. PQR എന്ന് പറയുന്ന ട്രയാങ്കിളും ABC എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ഓക്കെ, ഈ 3 ക്രൈറ്റീരിയാസ് ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പഠിച്ചാൽ മതി. ഒരൊറ്റ പോയിന്റ് കൂടെ എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. ഇത് A, ഇത് B, ഈ ആംഗിൾ X. ഓക്കെ, ഇത് AR, ഇത് BR. ഓക്കെ, കാരണം സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം, ഈ ആംഗിൾ സെയിം. അതാണ് SAS. ഓക്കെ ആണേ? ഇതാണ് ബന്ധം. ഇവിടെയുള്ള ആംഗിൾ സെയിം വരുന്നു. ഇപ്പൊ 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. ഓക്കെ, AR, BR. ഈ സൈഡിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന രീതിയിലായിരിക്കണം. അതാണ് റേഷ്യോ സെയിം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ AR/A ചെയ്താലും BR/B ചെയ്താലും എയും എയും പോകുന്നു, ബിയും ബിയും പോകുന്നു, കിട്ടുന്നത് സെയിം റേഷ്യോ സെയിം ആണ് എന്നതാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ. ഈ ട്രയാങ്കിളിന്റെ സൈഡ് ABC, ഇത് AR, BR, CR. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ മക്കളെ, സൈഡ് തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയാണ് ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ. ഇതിന്റെ ഹൈറ്റ് H ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് HR ആയിരിക്കും. ഹൈറ്റ് എത്രയായിരിക്കും? HR. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ പഠിക്കണം, ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ, സൈഡ് തമ്മിലുള്ള റേഷ്യോ, പെരിമീറ്റർ തമ്മിലുള്ള റേഷ്യോ, ഇത് 3ഉം സെയിം ആണ്.
ഉയരം, വശം, ചുറ്റളവ്. ഇത് മൂന്നും തമ്മിലുള്ള അംശബന്ധം സെയിം ആയിരിക്കും. രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെങ്കിൽ, സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ രണ്ടിന്റെ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോയും രണ്ടിന്റെ സൈഡ് തമ്മിലുള്ള റേഷ്യോയും രണ്ടിന്റെയും പെരിമീറ്റർ അഥവാ ചുറ്റളവ് തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കും. എന്നാൽ ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കണം, ഈ സൈഡ് AR, ഇതിന്റെ ഹൈറ്റ് HR. ഓക്കെ, ഇതിന്റെ സൈഡ് A, ഹൈറ്റ് H. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ, AR ഇൻറ്റു HR ബൈ ഹാഫ് ഇൻറ്റു A ഇൻറ്റു H. ബേസ് A, ഹൈറ്റ് H. അപ്പോ ഹാഫും ഹാഫും വെട്ടി, എയും വെട്ടി, എച്ചും വെട്ടി, R ഇൻറ്റു R സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഏരിയ തമ്മിലുള്ള റേഷ്യോ സൈഡ് തമ്മിലുള്ള റേഷ്യോന്റെ സ്ക്വയർ ആണ്. ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സൈഡ് തമ്മിലുള്ള റേഷ്യോന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇപ്പോ ഈ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം AB ഈസ് ടു PQ എന്ന് പറയുന്നത് 1:3 ആണ്. എത്രയാണ്? 1:3 ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ ആണ് 1:3ന്റെ സ്ക്വയർ. 1 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1, 3ന്റെ സ്ക്വയർ 9. ഇതായിരിക്കും റേഷ്യോ. സൈഡ് തമ്മിലുള്ള റേഷ്യോന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ABCന്റെ ഏരിയ 90 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ PQRന്റെ ഏരിയ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. രണ്ടിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ കമന്റ് ചെയ്യുക, എത്രയാണ് PQRന്റെ ഏരിയ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ന് 7:30 നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിക്കൊണ്ട് വരണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സൈലം ക്ലാസ് 9 എന്ന ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.